വേടൻ ചർച്ചയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ജാതി ചിന്തകളും ചർച്ചയ്ക്കായി വീണ്ടും വന്നിരിക്കുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് ശക്തമായിരുന്ന ഇത്തരം വ്യവസ്ഥകൾ സമൂഹത്തിൽ നിന്നും മാറി തുടങ്ങിയിട്ടും ആ രീതിയെ വീണ്ടും ആവിഷ്കരിക്കുവാൻ കിടഞ്ഞു പരിശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? കൃത്യമായി പറഞ്ഞാൽ നടപ്പ് രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളിലെ പാളിച്ചകൾ ചോദ്യം ചെയ്യപ്പെടരുത് എന്നു തന്നെയാണ് രാഷ്ട്രീയ ലക്ഷ്യം. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളും ലഹരിമരുന്നും ആഭ്യന്തര രംഗത്തെ വീഴ്ചകളും പിൻവാതിൽ നിയമനവും മറ്റും പ്രകടമായ ചർച്ചകളിലേക്ക് കടക്കാതിരിക്കാൻ ഭരണ രാഷ്ട്രീയം നടത്തുന്നത് വൻ നാടകങ്ങളാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുകൂടാതെ വന്യജീവി ആക്രമണം വരെ വിഷയമാകുമെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിച്ചത് ഭാരതമാതയും രാജ്ഭവനുമാണ്. വേടൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിവാദമാക്കാൻ ശ്രമിച്ചത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ചർച്ചകൾ വഴിമാറ്റപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നേർവഴിയിലുള്ള ചോദ്യങ്ങൾ സർക്കാരിന് പരിഹരിക്കുവാൻ പോലും ആവാത്തത്ര വിധം ആഴത്തിലുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കുവാനും ജനശ്രദ്ധ മറ്റ് വിഷയങ്ങളിൽ ഉണ്ടാക്കി അതിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ അതിനെ നേരിടുവാനുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുമില്ല എന്നതാണ് വാസ്തവം. കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് ഭരണപക്ഷം ഓരോ വിവാദ വിഷയങ്ങളും ഏറ്റെടുക്കുന്നത് അഥവാ നിർമ്മിച്ചെടുക്കുന്നത്. ലക്ഷ്യബോധമില്ലാത്തതും പ്രകടമായ രാഷ്ട്രീയ നീക്കങ്ങൾ മറന്നുപോയതുമായ പ്രതിപക്ഷത്തിന്റെ മുൻപിലേക്ക് ഭാരത് മാത എന്ന വിഷയം എറിഞ്ഞിട്ട് കൊടുത്താൽ വി.ഡി. സതീശന് പ്രതികരിക്കാതിരിക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചൂണ്ടയിടുന്നത് സംഘടിത മത വോട്ട് ബാങ്കിനെ തന്നെയാണ്. അവർക്ക് നൽകാവുന്നത് നൽകി സുഖിപ്പിച്ചാൽ മാത്രം പോരാ, എതിർ സമുദായങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് തങ്ങളുടേതെന്ന് ഇരു പാർട്ടിക്കാർക്കും ഉറപ്പിക്കുകയും വേണം. മറിച്ച് വോട്ട് ബാങ്ക് അല്ലാത്ത സാധാരണക്കാരന്റെ പ്രശ്നം കേൾക്കുവാനോ പരിഹരിക്കുവാനോ അധികാരികൾ പ്രയത്നിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വിവാദങ്ങളെല്ലാം പുകമറ സൃഷ്ടിക്കുവാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ്. മറച്ചു പിടിക്കപ്പെടുന്ന സത്യങ്ങൾക്ക് മുകളിൽ ഇത്തരം പുതപ്പ് അണിയിക്കുന്നതും രാഷ്ട്രീയക്കാരുടെ അടവ നയമാണ്. മറച്ചു പിടിക്കുകയും ഒളിപ്പിച്ചു വയ്ക്കുകയും മാത്രമല്ല, പുകമറ സൃഷ്ടിക്കുന്ന എഴുത്തുകളും ഇമേജറികളും കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് വ്യത്യസ്തമായും അപ്രധാനവുമായ കാര്യങ്ങൾ വൻ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. വ്യക്തമായ പദ്ധതികൾ ഇല്ലാത്ത പ്രതിപക്ഷത്തിന്റെ ഇരുട്ടത്ത് തപ്പൽ ഭരണരംഗത്തിന് ചില്ലറ സഹായങ്ങളല്ല ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ നാടകങ്ങൾ തിരിച്ചറിയുവാൻ ജനങ്ങൾ വൈദഗ്ധ്യം നേടിയേ തീരൂ.